അപ്പം ഞാൻ റിമോട്ടിൻ്റെ മെക്കാനിസവും പഠിച്ചോട്ടെ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് റിമോട്ടിലാണ്. റിമോട്ടിൻ്റെ മെക്കാനിസം പഠിച്ചു. ഞാനിപ്പോൾ ജസ്റ്റ് കട്ടിലോടെ വെച്ചേ ഉള്ളൂ. നമുക്കിത് വേണം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഇതുണ്ട, നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റിൽ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. വേസ്റ്റ് വെച്ച് ഗേറ്റ് വിട്ടാൽ വന്നോ. കമ്പി കാണുന്നില്ലല്ലോ. ഹലോ, ഗുഡ് മോർണിംഗ് തന്നെ. സമയം ഇപ്പം 10 മണി എന്താന്ന് തോന്നുന്നു. സെബക്കുട്ടി ഇപ്പോൾ ഓക്കെ ആയിട്ടോ. അമ്മ പോയതുമായിട്ട് അവൾ പൊരുത്തപ്പെട്ടു. ഇതിപ്പോൾ അവൾ വരെ കരഞ്ഞ് പിഴിഞ്ഞ് വന്നതാണ് ഇങ്ങോട്ട്. പുല്ല് തിന്നാൻ വേണ്ടിയിട്ട്. ഇവർക്ക് മൃഗങ്ങൾക്ക് പുല്ല് തിന്നണം. ഈ പൂച്ചകൾക്കും പട്ടികൾക്കൊക്കെ പുല്ല് തിന്നണം. കാരണം ഈ പുല്ല് തിന്നൊരു സൈക്കോളജി അല്ല, പുല്ല് തിന്നൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പുല്ല് തിന്നുമ്പോൾ ഇവർക്ക് ഇവനുള്ളിൽ ഈ ദഹിക്കാതെ കിടക്കുന്ന വല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദഹന പ്രക്രിയ കറക്റ്റ് അല്ലെങ്കിലൊക്കെ ഈ പുല്ല് കഴിച്ച് കഴിഞ്ഞാൽ അതങ്ങ് പോകും. ദഹിക്കാനുള്ളതാണ് ദഹിച്ചു പോവും, അല്ലെ ചിലപ്പോൾ വൊമിറ്റ് ചെയ്ത് പോവും. അതാണ് അതിൻ്റെ ഒരു ഗുഡൻസ്. മനസ്സിലായോ? സെബാ കഴിച്ചോ. അപ്പം ഞാനേ ഈ ആമസോണിൻ്റെ പ്രൈം അക്കൗണ്ട് എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ പ്രൈം അക്കൗണ്ട് കിട്ടിയ സമയത്ത് എനിക്ക് വളരെ വിലക്കുറവിൽ 10,000 രൂപ വരെയുള്ളൊരു ട്രൈപോഡ്, ഒരു സെൽഫി സ്റ്റിക്ക് വളരെ വിലക്കുറവിൽ എനിക്ക് കിട്ടി. അപ്പോൾ ഞാനത് ഓർഡർ ചെയ്തു. 1 ഡേ ഡെലിവറി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. അപ്പോൾ അത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. എനിക്ക് സാധനങ്ങളൊന്നും അൺബോക്സ് അത്ര വലിയ പരിചയമൊന്നുമില്ല കേട്ടോ. ഇപ്പോഴേ ഞാൻ പറയാം. ഓക്കെ, പിന്നെ ഇതാണ് സാധനം. പിന്നെ ഇത് ഓപ്പൺ ചെയ്യാം. ഒരു ടൈപ്പ് A to ഇത് ടൈപ്പ് C അല്ല, ഇത് മറ്റേ ഇതാണ് മൈക്രോ USB കേബിൾ. ടൈപ്പ് C ആണെന്നാണല്ലോ ഞാൻ കണ്ടത്. മൈക്രോ USB, ശരി, മൈക്രോ USB കുഴപ്പമില്ല. ഇത് ഇങ്ങനെ വേണം തുറക്കാൻ. ഓക്കെ. അപ്പോൾ ഇതാണ് സാധനം. ഇതിവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട്, ഇവിടെയും നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരിക്കും. പിന്നെ ഇത് ലൈറ്റാണ്. ഇതെങ്ങനെയാണ് ഓപ്പറേഷൻ എനിക്കറിയില്ലല്ലോ. പിന്നെ ഇത് ബ്ലൂടൂത്തിൻ്റെ റിമോട്ടാണ്. നമുക്കിത് വേണമെങ്കിൽ ബ്ലൂടൂത്തിൽ കണക്റ്റ് ചെയ്യാൻ പറ്റും. ദൂരാൻ പറ്റൂലേ? എങ്ങനെയോ ദൂരാൻ പറ്റും. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ ഞെക്കിയിട്ടാണോ അറിയത്തില്ല. എനിവേ നമുക്ക് ദൂരാൻ പറ്റും. ഇനി ലൈറ്റ് എങ്ങനെ കത്തിക്കാമെന്ന് എനിക്കറിയത്തില്ല. നോക്കട്ടെ. ഇവിടെ സ്വിച്ച് ഉണ്ട് കേട്ടോ. ഞെക്കി പിടിക്കുമ്പോൾ കത്തും. വേണ്ട, ഇത് ഇരുട്ടൊക്കെ ഉള്ളപ്പോഴാണ് ലൈറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഓഫാക്കി. ലൈറ്റ് ഊരാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ലൈറ്റ് ഊരാൻ പറ്റുന്ന ലൈറ്റല്ല. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ അടച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ സൈസ്, കോമ്പാക്ട് സൈസാണ് തരം. കൊള്ളാട്ടാ. പിന്നെ ഇത് ട്രൈപോഡും കൂടിയാണ് കേട്ടോ. ഇത് നമുക്ക് ഇത്രയും വരെ വരും. ഇങ്ങനെ വെച്ചിട്ട് ഇത് ഈ ഹെഡ് ഇച്ചിരി ടൈറ്റാണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ട്രൈപോഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ഇരിക്കും. എനിക്ക് ട്രൈപോഡിൻ്റെ ആവശ്യമില്ല, കാരണം ഞാൻ ഇത് എപ്പോഴും ഉപയോഗിക്കില്ല. എപ്പോഴെങ്കിലും, പക്ഷേ ആരും ഇല്ലല്ലോ. മിക്കവാറും ഞാൻ ഒറ്റയ്ക്കല്ലേ വീഡിയോ എടുക്കുന്നത്.
അപ്പോൾ ആ സമയത്ത് ആരും ഇല്ലാത്തപ്പോഴൊക്കെ എനിക്ക് റെക്കോർഡ് ചെയ്യുന്നത് ഭയങ്കര ഈസി ആയിരിക്കും. ഇതെങ്ങനെയാണ് ഊരുന്നേ? അത് മുകളിലേക്ക് പൊക്കിയാണോ ഊരുന്നതെന്നാണ് മനസ്സിലാവാത്തത്. മുകളിലേക്ക് പൊക്കിയാണോ സൈഡിൽ കൂടെയാണോ എങ്ങനെയാണ്? നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. സംഭവം എന്തായാലും ഇത്രേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്. അടിപൊളിയ സാധനം. പിന്നെ ഇത് ഇവിടുന്ന് വേണേൽ ഡിറ്റാച്ച് ചെയ്യാനും പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഇവിടുന്ന് നമുക്കിത് ഊരാനും പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. അതിങ്ങനെ ടിൽറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇതിൻ്റെ തന്നെ പല മോഡൽസും ഉണ്ട്. ലൈറ്റ് ഉള്ളതും ലൈറ്റ് ഇല്ലാത്തതും ഒക്കെ ഉണ്ട്. ലൈറ്റ് ഊരാൻ പറ്റും കേട്ടോ. ലൈറ്റ് ഊരി മാറ്റി വെക്കാനും പറ്റും. ഞാൻ ആദ്യം ലൈറ്റ് ഊരാൻ പറ്റില്ലെന്നാണ് വിചാരിച്ചു. ലൈറ്റ് ഊരി മാറ്റി വയ്ക്കാൻ പറ്റും കേട്ടോ. വേണം ലൈറ്റ് ഊരിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം കുറച്ചും കൂടെ സൈസ് കുറയും. വലിയ കുറവൊന്നുമില്ല. ലൈറ്റ് ഊരാൻ പറ്റില്ലെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ലൈറ്റ് ഊരാനും പറ്റും കേട്ടോ. പൊരി നമുക്കിവിടെ ഇങ്ങോട്ട് വേണം തിരിച്ച് വയ്ക്കാൻ പറ്റും കേട്ടോ. ഇങ്ങോട്ട് വയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഇരുന്നോളൂ. എന്നിട്ട് നമുക്ക് വേണേൽ തിരിച്ച് ഊരിയിട്ട് നേരെ തിരിച്ച് ഇങ്ങോട്ട് വെക്കാം. കൊള്ളാം കേട്ടോ. ലൈറ്റ് ഊരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ലൈറ്റ് ഊരാനും പറ്റും കേട്ടോ. കൊള്ളാം. ലൈറ്റ് വേണേൽ നമുക്ക് ലൈറ്റ് ഊരി വെക്കുകയും ചെയ്യാം. ഏത് ദാറ്റ്സ് നൈസ്. പക്ഷെ ലൈറ്റിന് അത്ര വലിയൊരു നീട്ടം എന്ന് പറയാൻ പറ്റുമൊന്നുമില്ല. ചെറിയൊരു നീട്ടമുള്ളൂ. എന്താ കൊള്ളാം. അപ്പം നമ്മളിനി ഇതിലും നമ്മളിനി വീഡിയോസൊക്കെ എടുക്കുന്നതായിരിക്കും. എപ്പോഴും അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഇതിലും വീഡിയോസ് എടുക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പം നമ്മളത് അതിൽ വെച്ചിട്ട് വീഡിയോ എടുക്കുക കേട്ടോ. പിന്നെ ഇവിടെ നമുക്കിത് ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. തിരിക്കാൻ പറ്റും. ലോക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ്. ലോക്ക് ചെയ്യാൻ പറ്റും. യെസ്. ഇനി അതങ്ങനെ ഇങ്ങനെ നനങ്ങത്തില്ല. ഓക്കെ. അപ്പോൾ ലോക്ക് ചെയ്യാനും പറ്റും. ഇത് നമുക്ക് ലൈറ്റ് ഓണാക്കി നോക്കാവേ. ഞാനിപ്പോൾ ഓൾറെഡി ഇച്ചിരി ഇങ്ങോട്ട് മാറി നിൽക്കാം. അവിടെ ഓൾറെഡി മറ്റേ വെളിച്ചം ഉള്ളതുകൊണ്ട് അത്ര കാര്യമായിട്ട് എനിക്ക് അറിയത്തില്ല. എങ്ങനെ വരുന്ന അറിയത്തില്ല. അപ്പോൾ ഇനി ഇരുട്ടത്തൊക്കെ പോകുമ്പോൾ നമുക്ക് വേണേൽ ലൈറ്റ് ഇട്ടിട്ടും വീഡിയോസൊക്കെ എടുക്കാം. ബ്രോ കൊള്ളാം. എപ്പോഴും ഞാൻ ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ആയതുകൊണ്ട് എപ്പോഴാണ് എങ്ങനെ വീഡിയോ എടുക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ഇത് കണക്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കൽ നടക്കില്ല. എന്നാൽ എപ്പോഴെല്ലാം കണക്ട് ചെയ്ത് എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എടുക്കാനും പറ്റും. അതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു പോയിട്ട്, നമുക്കിത് വേണേൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഇതുണ്ട, നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റിൽ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കണ്ട. ഇരുന്നിട്ടൊക്കെ നമുക്ക് വീഡിയോ എടുക്കുകയാണെങ്കിൽ താഴെ വെച്ചാൽ അതങ്ങനെ ഇങ്ങനെ ഇരുന്നോളൂ. ഓക്കെ. ഞാൻ ഇത്ര ഹൈറ്റ് കിട്ടും ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റ് കിട്ടും. പിന്നെ നമുക്കിത് ദൂരെ വെച്ചിട്ട് ഈ സാധനം ഇതെങ്ങനെ ഊരെന്ന് എനിക്ക് മനസ്സിലായില്ല. ദൂരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലും വീഡിയോസ് എടുക്കാൻ പറ്റും. ഇതെങ്ങനെ കണക്ട് ചെയ്യുന്ന ഇതിൻ്റെ പരിപാടി എങ്ങനെ നമുക്കൊന്നും അറിയത്തില്ല. നോക്കാം. അപ്പോൾ ഏതായാലും കൊള്ളാം. ഒരു വർത്ത് ബൈയിങ് ആണ്. അതാണ്. അപ്പം ഞാൻ റിമോട്ടിൻ്റെ മെക്കാനിസവും പഠിച്ചോട്ടെ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തത് റിമോട്ടിലാണ്. റിമോട്ടിൻ്റെ മെക്കാനിസം പഠിച്ചു. ഞാനിപ്പോൾ ജസ്റ്റ് കട്ടിലോടെ വെച്ചേ ഉള്ളൂ. അപ്പോൾ റിമോട്ടിൻ്റെ മെക്കാനിസം ഞാൻ പഠിച്ചു. അത് ചുമ്മാ ഒന്നുമില്ല. അത് ഇച്ചിരി ശക്തി കൊടുക്കണമെന്നേ ഉള്ളൂ. ശക്തി കൊടുത്തെങ്കിൽ വലിച്ചു കഴിഞ്ഞാൽ പോരും. പക്ഷെ അതെങ്ങനെ ചാർജ് ചെയ്യും എന്നുള്ളത് എനിക്കറിയത്തില്ല. സെപ്പറേറ്റ് ചാർജ് ചെയ്യണോ എങ്ങനെയെന്നുള്ളത് അറിയത്തില്ല. നമുക്ക് കണ്ടുപിടിക്കാം. അതാണ്. ഞാനും സെബയും കൂടെ പിന്നെ എടി അവളോട് കുരുക്കി വെച്ചോണ്ടോ. ഞാനും സെബയും കൂടി എൻ്റെ തുണി എടുക്കാൻ വേണ്ടി പോവാം. മാത്രമല്ല ചെടിക്ക് വെള്ളം ഒഴിക്കണം. അങ്ങനെ 2 കാര്യം കൊണ്ട് നമ്മൾ പോവാം. അമ്മച്ചി വരില്ല. അമ്മച്ചിക്ക് കാലുവേദന. മിനിഞ്ഞാന്നവിടെ ആൾക്കാരുണ്ട്, ഗസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടും മറ്റൊക്കെ ഈ താഴേക്കും മുകളിലേക്കൊക്കെ ഇറങ്ങിയിട്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര കാലുവേദന. ഞാനേ ഈ സെബേനെ എന്നോട് കെട്ടട്ടെ കേട്ടോ. അവളെ അവിടെ കെട്ടിയിട്ടില്ലെങ്കിലേ
അവൾ പ്രശ്നം ഉണ്ടാക്കുമല്ല, അവൾ ചിലപ്പോൾ ചാടിപ്പോവും. അപ്പോൾ ഒന്നാമത് അമ്മയും കൂടി ഇല്ലാത്ത എനിക്ക് അവൾ ചാടിപ്പോയി കഴിഞ്ഞ് പിടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഏതായാലും നമുക്ക് തുണിയെടുക്കാം. വേസ്റ്റ് വെച്ച് ഗേറ്റ് വിട്ടാൽ വന്നോ. കമ്പി കാണില്ലല്ലോ. ഇവിടെ ആ കമ്പി വെക്കാം. കമ്പി കാണില്ല. മഴ കാണും വീണ് പോയോ. സാധാരണ ഇവിടെ കമ്പി കാണുക. ആ കമ്പിക്കകത്താണ് നമ്മൾ തൂക്കി വെക്കുന്നത്. അമ്മച്ചി, കമ്പി ഉണ്ട്. കമ്പി അമ്മച്ചി, കമ്പി എവിടെയാ? കമ്പി എവിടെയാ? കമ്പി. ആ കമ്പി. തൂക്കം കമ്പി വേണ്ടേ? നോക്കിട്ട് കണ്ടില്ല. അത് ആരും എടുത്തോണ്ട് പോകാൻ. അതൊന്നും അവരെടുത്തോണ്ട് പോകില്ല. അതെടുത്തോണ്ട് പോകും. കൈ കഴുകണോ സോപ്പിട്ട് കേട്ടോ. ഇവിടെ കഴിയാൻ തുറക്കാൻ വേണ്ട അടപ്പ്. അടപ്പൊന്നും പൊന്നിക്കാൻ വേസ്റ്റുണ്ട്. തട്ടിയിട്ടായിരുന്നല്ലോ. കഴിയാൻ കൈയിട്ട് പേപ്പറുണ്ട്. സാധനം ഇവിടെ തൂക്കും. അപ്പം എനിക്കെടുക്കാൻ എളുപ്പം. ഇതിപ്പോൾ നോക്കിയിട്ട് എന്തോ പറ്റിയില്ല. ഇനിയിപ്പോൾ എന്താ, പോണം, പോയി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചില്ല. ഞാൻ ഈ ട്രൈപോഡ് അൺബോക്സ് ചെയ്യുന്ന കാര്യത്തിലൊന്നും ഞാൻ അത്ര വലിയൊരു എക്സ്പേർട്ടൊന്നുമല്ല. ഞാനൊരു സാധാരണക്കാരനാണല്ലോ. അപ്പോൾ സാധാരണക്കാരനായി ഞാൻ അൺബോക്സ് ചെയ്ത് നിങ്ങളിലേക്ക് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ അൺബോക്സിങ്ങിന് വേറെ വലിയൊരു പ്രാധാന്യം താനും കൊടുക്കണ്ട. പിന്നെ ആ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ മേടിച്ചത് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിക്കൊരു ഓഫറിൽ കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ.